അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും മൗനം പാലിക്കുന്നവന് കലഹവും ജാഗ്രതയുള്ളവന് അപകടവും വന്നു ചേരില്ല. സ്നേഹമെന്നാൽ മനസ്സിലാക്കുക എന്നും അർത്ഥമുണ്ട്. മറ്റൊരാളുടെ സാഹചര്യവും സന്ദർഭവും അവരുടെ സങ്കടവും സന്തോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്. സ്വന്തം കാര്യം ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി മാറുന്നത്. ജീവിതത്തിൽ സത്യം പറഞ്ഞു വേദനിപ്പിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്. യാഥാർത്ഥ്യം മനസ്സിലാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മുടെ മനസ്സ് മാറുന്നതിലൂടെ നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെയും മാറ്റാൻ കഴിയും. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നുകയും ചെയ്യും. നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായിരിക്കുക. മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ. ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. മുതലെടുക്കുന്നവരുടെ അല്ല, മുതൽക്കൂട്ടാകുന്നവരുടെ ഹൃദയത്തിലാണ് നിങ്ങൾ കൂടുകൂട്ടേണ്ടത്. എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല, വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹായുഗത്തിന്റെ തുടക്കമായേക്കാം. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തിയെന്നാണ്. ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ചിലരൊക്കെ വേണം. കാരണം ആ കളിയാക്കലിനും കുറ്റപ്പെടുത്തലിനും നമുക്കുള്ള പ്രചോദനമാണ്. തളരാത്ത പ്രത്യാശയ്ക്ക് മുന്നിൽ തകരാത്ത പ്രതിബന്ധങ്ങളില്ല. പ്രതിസന്ധികളും പരാജയങ്ങളും നമ്മുടെ ആത്മവീര്യത്തെ തകർക്കുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉറച്ച പ്രത്യാശ നമ്മളിൽ ഉണ്ടാകണം. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു വൃക്ഷത്തെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുക. നിലത്ത് വീണാൽ വീണ്ടും പോരാടാൻ മുളച്ചു വരുന്ന ഒരു വിത്ത് പോലെയാകുക. പകയുള്ളവൻ അപവാദങ്ങൾ സൃഷ്ടിക്കും, വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കും, മൂഢന്മാർ അത് വിശ്വസിക്കും. സ്ത്രീകൾക്ക് പുരുഷനെ കീഴ്പ്പെടുത്താൻ വെറും 2 കാര്യങ്ങൾ മതി. 1 കണ്ണുനീർ, 2 സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. ഒരാൾ കഠിനമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അയാളുടെ ഒപ്പം നിൽക്കുക. ഒന്നും പറയരുത്, ഒന്നും ഉപദേശിക്കരുത്. നിങ്ങളുടെ സാന്നിധ്യമാണ് പ്രധാനം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.